ഹായ് ഗുഡ് മോർണിംഗ് ഓൾ. പെർഫോമൻസ് മാനേജ്മെൻറ്റിൻ്റെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെർഫോമൻസ് ഇവാലുവേഷൻ്റെ ബെനിഫിറ്റ്സും മെത്തേഡ്സും ആണ്. ഇപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ്, ബെനിഫിറ്റ്സ് ഓഫ് പെർഫോമൻസ് ഇവാലുവേഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പെർഫോമൻസ് ഇവാലുവേഷൻ എന്താണെന്ന് അതിൻ്റെ പേർപ്പസസും ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ ക്ലാസ് നമുക്ക് ബെനിഫിറ്റ്സിൽ ഫസ്റ്റ് ബെനിഫിറ്റാണ് കൺട്രോൾ ഓഫ് ദി വർക്ക് ദാറ്റ് നീഡ് ടു ബി ഡൺ. ഓർഗനൈസേഷൻ ഡൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വർക്കിനെ കൺട്രോൾ ചെയ്യുന്നത്, മീൻസ് അതിൽ വർക്ക് ചെയ്യുന്ന ഓരോ എംപ്ലോയീസിനെയും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യുന്നത് പെർഫോമൻസ് ഇവാലുവേഷൻ്റെ ഒരു ബെനിഫിറ്റാണ്. സെക്കൻഡ് വൺ, എൻഹാൻസ്മെൻറ്റ് ഓഫ് എംപ്ലോയി മോട്ടിവേഷൻ, കമ്മിറ്റ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്താൽ അവർക്ക് അതൊരു കൂടുതൽ മോട്ടിവേഷനും അതുപോലെ തന്നെ അത് കൂടുതലായിട്ട് അതിനോട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവാനും പ്രൊഡക്ടിവിറ്റി അതിലൂടെ ഉണ്ടാവാനും ഹെൽപ്പ് ചെയ്യുന്നു. തേർഡ് വൺ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി എംപ്ലോയി. എംപ്ലോയിയുടെ ഗോൾസും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സും ഐഡൻറ്റിഫൈ ചെയ്യാനും അയാളുടെ വർക്കിനെ അതിലൂടെ മാനേജ് ചെയ്യാനും കഴിയും. അപ്പോൾ എംപ്ലോയീസിനെ കുറിച്ച് കൂടുതൽ അറിയാൻ, അവരുടെ ഗോൾസും ഒബ്ജക്റ്റീവും അറിയാൻ വേണ്ടി പെർഫോമൻസ് ഇവാലുവേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദി ബേസിക് ഹ്യൂമൻ നീഡ് ഫോർ റെക്കഗ്നിഷൻ. മീൻസ് നമ്മൾ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെ അവരുടെ വർക്കിനെ ഒരു റെക്കഗ്നിഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള നീഡ് ഫോർ റെക്കഗ്നിഷൻ. അങ്ങനെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെ നീഡ് ഫോർ റെക്കഗ്നിഷനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഗനൈസേഷന് സാധിക്കും. ഫിഫ്ത്ത് വൺ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്രോസസ് ഇംപ്രൂവ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. എംപ്ലോയീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിൻ്റെ പ്രോസസ്സിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണം, അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പെർഫോമൻസ് ഇവാലുവേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ലാസ്റ്റ് വൺ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എംപ്ലോയി ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. എംപ്ലോയീസിന് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, മീൻസ് അയാളുടെ പെർഫോമൻസ് കുറച്ച് നെഗറ്റീവ് ആണെങ്കിൽ അതിന് സോൾവ് ചെയ്തുകൊണ്ട് എംപ്ലോയിയുടെ ഡെവലപ്മെൻറ്റിന് ഓപ്പർച്യൂണിറ്റീസ്, അതിന് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും പെർഫോമൻസ് ഇവാലുവേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ബെനിഫിറ്റ്സ് ഓഫ് പെർഫോമൻസ് ഇവാലുവേഷൻ. നെക്സ്റ്റ് ടോപ്പിക്, മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് ഇവാലുവേഷൻ. പെർഫോമൻസ് ഇവാലുവേഷൻ്റെ മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് വൺ, മൾട്ടി സോഴ്സ് അസസ്മെൻറ്റ് ഓർ 360 ഫീഡ്ബാക്ക് ഫുൾ സർക്കിൾ അപ്രൈസൽ. മീൻസ് ഫസ്റ്റത്തെ മെത്തേഡാണ് മൾട്ടി സോഴ്സ് അസസ്മെൻറ്റ്. അതിൻ്റെ വേറൊരു പേരാണ് 360 ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഫുൾ സർക്കിൾ അപ്രൈസൽ. അപ്പോൾ ഇതിൻ്റെ പേര് പോലെ തന്നെയാണ് ഫുൾ സർക്കിൾ. നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്രയായിരിക്കും, 360 ആയിരിക്കും. അപ്പോൾ ഒരു പോയിന്റിൽ നിന്നാൽ എല്ലാ ഏരിയയിലേക്കുള്ളതും കവർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു മൾട്ടി സോഴ്സ് അസസ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. മൾട്ടി സോഴ്സ് അസസ്മെൻറ്റ് മെത്തേഡ് ഇൻവോൾവ്സ് ഗ്യാതറിംഗ് ഇൻഫർമേഷൻ ഫ്രം എ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് who actually deals with the employee, providing feedback both internal and external. മൾട്ടി സോഴ്സ് അസസ്മെൻറ്റിൽ ചെയ്യുന്നത് നമ്മൾ ഒരു എംപ്ലോയിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു മെമ്പറിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ അയാളുമായിട്ട് ഡീൽ ചെയ്യുന്ന കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഗ്യാദർ ചെയ്യും, മീൻസ് കളക്ട് ചെയ്യും. മീൻസ് അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആവാം അല്ലെങ്കിൽ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് ആവാം. ഇൻറ്റേർണൽ കസ്റ്റമേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ ആൻഡ് അതർ മാനേജേഴ്സ്, കോ വർക്കേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ് ആണ്. മീൻസ് എംപ്ലോയി ആയിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റിലുള്ള അയാളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സൂപ്പർവൈസർ, അതുപോലെ തന്നെ മറ്റുള്ള മാനേജേഴ്സ്, അതുപോലെ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന കോ വർക്കേഴ്സ്, സബോർഡിനേറ്റ്സ്, ഇവരുമായിട്ട് എപ്പോഴും എന്തായിരിക്കും എംപ്ലോയി ഡീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്ത വർക്കുകൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് ഇൻറ്റേർണൽ കസ്റ്റമേഴ്സ് എന്ന് വിളിക്കാം. 360 ഫീഡ്ബാക്കിൽ ഇൻറ്റേർണൽ കസ്റ്റമേഴ്സ് മീൻസ് അവരുടെ ഇമ്മീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളോടും ഇൻഫർമേഷൻ കളക്ട് ചെയ്യും. നെക്സ്റ്റ് വൺ, എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് ആണ്. എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് മേ ഇൻക്ലൂഡ് ക്ലയൻറ്റ്സ്, ആപ്ലിക്കൻറ്റ്സ്, കൺസൾട്ടൻറ്റ്സ്, സ്റ്റാഫ് ഫ്രം അതർ ഏജൻസീസ്, ലെജിസ്ലേറ്റേഴ്സ് എക്സെട്ര. മീൻസ് എംപ്ലോയിയായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റിലുള്ള അവരുടെ ക്ലയൻറ്റുകൾ, അതുപോലെ തന്നെ ആപ്ലിക്കൻറ്റ്സ്, കൺസൾട്ടൻറ്റ്സ്, സ്റ്റാഫ് ഫ്രം അതർ പുറത്തുള്ള ഏതെങ്കിലും ഓഫീസിൽ നിന്ന് അല്ലെങ്കിൽ ഏജൻസികളുടെ സ്റ്റാഫ്, ലെജിസ്ലേറ്റേഴ്സ്, ഇവരൊക്കെയാണ് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിനോടും എംപ്ലോയിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. സിംഗിൾ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ അല്ല ഇവിടെ ഒരു പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു എംപ്ലോയിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഒരുപാട് നമ്പർ ഓഫ് പേഴ്സൺസ് ചേർന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ മെത്തേഡിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഒപ്റ്റിമൽ
ടൂൾ ഫോർ ഐഡൻറ്റിഫൈങ് ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. എംപ്ലോയീസിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള ഏരിയ ഏതാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 360 ഡിഗ്രി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗൈഡിങ് ബിഹേവിയറൽ ചേഞ്ചസ്, അവരുടെ ബിഹേവിയറിൽ എന്തെങ്കിലും ചേഞ്ചസ് വേണമെങ്കിൽ അതിനെ ഗൈഡ് ചെയ്യാൻ കഴിയും. ജനറലി എൻഹാൻസിങ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് capabilities because it is not dependent on a സിംഗിൾ ഇൻഡിവിജ്വൽസ് പെർസെപ്ഷൻ. ഇനി ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവരുടെ പെർഫോമൻസ് മാനേജ്മെൻറ്റിൻ്റെ കാപ്പബിലിറ്റീസും ഇൻക്രീസ് ചെയ്യും. കാരണം ഈ ഒരു പെർഫോമൻസിനെ മാനേജ് ചെയ്യുന്നത് ഇവിടെ ഒരു സിംഗിൾ പേഴ്സൺ അല്ല, നമ്പർ ഓഫ് പേഴ്സൺസ് ചേർന്നിട്ടാണ്. അപ്പോൾ ഇത്രയാണ് ബെനിഫിറ്റ്സ് ഓഫ് 360 ഡിഗ്രി ഫീഡ്ബാക്ക്. നെക്സ്റ്റ് മെത്തേഡ് സെൽഫ് അപ്രൈസൽ മെത്തേഡാണ്. It provides an opportunity for employees to evaluate their own performance and express how they think they have performed without being influenced by their supervisor's judgment. സൂപ്പർവൈസേഴ്സിൻ്റെ ജഡ്ജ്മെൻറ്റിൽ ഇല്ലാതെ ഒരാൾ എങ്ങനെ വർക്ക് ചെയ്തു അല്ലെങ്കിൽ അവരെത്രത്തോളം അവരുടെ വർക്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട് എന്നുള്ളത് അവരെ കൊണ്ട് തന്നെ ഇവാലുവേറ്റ് ചെയ്യിക്കുന്ന ഒരു പ്രോസസ്സാണ് സെൽഫ് അപ്രൈസൽ. ഇവിടെ എംപ്ലോയീസിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണ് അവരുടെ ഓൺ പെർഫോമൻസിനെ മറ്റുള്ള ആളുകളുടെ ഒരു ഇൻഫ്ലുവൻസും ഇല്ലാതെ അല്ലെങ്കിൽ സൂപ്പർവൈസറുടെ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു ഇൻഫ്ലുവൻസും ഇല്ലാതെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഹൗ ദേ ഹാവ് പെർഫോംഡ്, അവരെങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ കിട്ടുന്നത്. സൂപ്പർവൈസേഴ്സ് ഇതേ സമയത്ത് തന്നെ സൂപ്പർവൈസേഴ്സ് സെൽഫ് അപ്രൈസൽ നടത്തിയിട്ടുള്ള വർക്കിൻ്റെ മുകളിൽ അതേ ഫാക്ടേഴ്സിൻ്റെ മുകളിൽ തന്നെ വീണ്ടും പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുകയും അതിനെ പിന്നീടുള്ള കമ്പാരിസണിന് വേണ്ടി യൂസ് ചെയ്യുകയും ചെയ്യും. Supervisors also evaluate the performance on the same factors and use that as a basis to compare responses. റെസ്പോൺസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റെക്കോർഡ് അവർ സൂക്ഷിക്കും. നെക്സ്റ്റ് വൺ സബോർഡിനേറ്റ് അപ്രൈസൽ ഓഫ് മാനേജേഴ്സ് അല്ലെങ്കിൽ അപ്വേർഡ് അപ്രൈസൽ. ഈ പേര് പോലെ തന്നെയാണ് ഇവിടെ സബോർഡിനേറ്റ്സ് ആണ് മാനേജേഴ്സിൻ്റെ പെർഫോമൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം അപ്വേർഡ് അപ്രൈസലാണ്, മുകളിലേക്കാണ് അപ്രൈസൽ നടക്കുന്നത്. സൂപ്പർവൈസേഴ്സ് ആർ റിവ്യൂഡ് ബൈ ദോസ് ദേ സൂപ്പർവൈസ്. സൂപ്പർവൈസേഴ്സ് അവർ ആരെയാണോ സൂപ്പർവൈസ് ചെയ്യുന്നത് അവരാൽ ഇവാലുവേറ്റ് ചെയ്യപ്പെടും. ദിസ് മെത്തേഡ് serves to provide feedback on the qualitative aspects of management performance. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് മാനേജ്മെൻറ്റിൻ്റെ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് അവർ എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഇത്രയും നല്ലതുപോലെയാണോ, പ്രൊവൈഡ് ഡയറക്ഷൻസ്, അവരുടെ ഡയറക്ഷൻസ് കൊടുക്കുന്നത് എങ്ങനെയാണ്, ഡെലിഗേറ്റ് റെസ്പോൺസിബിലിറ്റി, അവർക്ക് കൊടുത്തിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും അതോറിറ്റീസും എങ്ങനെയാണ് ഡെലിഗേറ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ സബോർഡിനേറ്റ് അപ്രൈസൽ ഓഫ് മാനേജേഴ്സിലൂടെ ഓർഗനൈസേഷന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് പാർട്ടിൽ പഠിക്കാനുള്ള മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് ഇവാലുവേഷൻ. ബാക്കി അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതാണ്. താങ്ക് യു.